സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തിയത് ഉചിതമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. ചാലക്കുടി എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് ഏർപ്പെടുത്തിയ എം.എൽ.എ. പ്രതിഭ പുരസ്കാര വിതരണത്തിനായി എത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പുതുക്കാട് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇടതുവശത്തു കൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികൻ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. KPCC നിയോഗിച്ച് 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ TN പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജില്ലയിലെ നേതാക്കളോട് വിവരങ്ങൾ തേടുമെന്നും DCCയിലെ കൂട്ടത്തല്ല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ KC ജോസഫ്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് താഴെ സർവീസ് റോഡിലെ കിച്ചൺ ഫ്രഷ് റെസ്റ്റോറന്റിന്റെ ജോലിക്കാരുടെ താമസ സ്ഥലത്ത് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വെള്ളി ശനി ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. വെള്ളിയാഴ്ച 3 ജില്ലകളിലും ശനിയാഴ്ച 4 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് 2 ദിവസവും ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 1300 വിദ്യാർത്ഥികളെയും 35 വിദ്യാലയങ്ങളെയും പുരസ്കാരം നൽകി ആദരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡുകളിൽ മാസങ്ങളായി വഴിവിളക്കുകൾ തെളിയാത്തതിൽ നഗരസഭ കൗൺസിൽ യോഗത്തിൽ BJP പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതുമൂലം ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിൽ ഉള്ളതെന്നും BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തേക്കിൽ തീർത്ത പ്രതിമ ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ചു. പ്രശസ്ത ശില്പി രവീന്ദ്രൻ ശില്പശാല നിർമ്മിച്ച് പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമ BJP നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ശില്പിയിൽ നിന്ന് ഏറ്റുവാങ്ങി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം കൈമാറി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹായത്തോടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് വാഹനം വാങ്ങിയത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവഞ്ചിക്കുളം ശാഖ ഹിന്ദു സാമ്രാജ്യ ദിനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഡോക്ടർ പവൻ C. രുദ്രൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് ജില്ലാ സമ്പർക്ക പ്രമുഖ അഡ്വക്കേറ്റ് TK മധു സന്ദേശം നൽകി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണും. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.